ദൈവം നാമോഹസപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. കഥയെന്ന് അമ്മച്ചി പറയുമ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങളാണ്. അത് കഥാരൂപത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കഥാരൂപത്തിലാണ് പല കാര്യങ്ങളും പറഞ്ഞത്. അല്ലെങ്കിൽ ഉപമയായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിട്ട് കഥയായിട്ടും ഉപമയായിട്ടും ഒക്കെയാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് കഥയെന്ന് പറയുന്നത്. ഇത് യഥാർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് അമ്മച്ചി ഒരു കഥ പറയാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു വാക്യമാണ്. ഈ വാക്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥവും. അവിടെ പറയാണ്, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. കർത്താവ് ദേവാലയത്തിലായിരുന്നു. അവിടെ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ടായിരുന്നു. ഭണ്ഡാരത്തിൽ അനേകർ വന്നിങ്ങനെ നമ്മളൊക്കെ പൈസ നമ്മൾക്കൊക്കെ നമ്മുടെയൊക്കെ അടുത്തുകൂടെ സഞ്ചി പോകുമ്പോൾ നമ്മൾ സഞ്ചിയിലിടും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലിടാൻ പറയില്ല ചില ക്യാമ്പുകൾക്കൊക്കെ പോലും ചെയ്യുമ്പോൾ. അതുപോലെ യെരുശലേമിലെ ദേവാലയത്തിൽ ഭണ്ഡാരം എന്ന് വെച്ചാൽ ഈ പൈസ ഇടുന്ന സഞ്ചി, അവിടെ ഭണ്ഡാരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭണ്ഡാരത്തിൽ അനേകർ വന്ന് ഇങ്ങനെ പണം ഇട്ടുകൊണ്ടിരുന്നു. ധനവാന്മാരും വന്ന് പണം ഇട്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ദരിദ്രയായ ഒരു വിധവ വന്ന് രണ്ട് കാശ് ഉണ്ടായിരുന്നു. അത് അവൾ ഇടുന്നത് കർത്താവ് കണ്ടു. കർത്താവ് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു, ഈ വിധവ നിങ്ങളെല്ലാവരേക്കാളും കൂടുതൽ ഇട്ടിരിക്കുന്നു. അവിടെയുള്ളവർക്കൊക്കെ അതിശയമായി കാണും. ധനവാന്മാർ പറഞ്ഞു ഒത്തിരി പണം ഇട്ടതാ. എന്നാൽ കർത്താവിൻ്റെ നോട്ടത്തിൽ ഈ വിധവ എല്ലാവരിലും ഇട്ടിരിക്കുന്നു. എന്നിട്ട് കർത്താവ് അതിൻ്റെ കാരണവും പറഞ്ഞു. മറ്റുള്ളവരെല്ലാം ഇട്ടത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അവരൊക്കെ ഇട്ടു. എന്നാൽ ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം തനിക്കില്ല. ആ ഇല്ലായ്മയിൽ നിന്ന് അവൾക്കുള്ളത് മുഴുവനും ദൈവത്തിന് കൊടുത്തു. അവൾക്ക് വേണ്ടി അവൾ ചിന്തിച്ചതേയില്ല. അവൾക്ക് ഭക്ഷണം കഴിക്കണം, അതൊന്നും അവൾ ചിന്തിച്ചില്ല. അവൾക്കുള്ളത് മുഴുവനും കർത്താവിന് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ആ വാക്യവും പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ലൂക്കോസ് 18-ാം അധ്യായത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. ഇതിൽ അനേക ഗുണപാഠങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ, കർത്താവ് സർവശക്തനാണ്, സകലതും അറിയുന്നവനാണ്. രണ്ടാമതായിട്ട്, നാം എത്ര കൊടുക്കുന്നു എന്നല്ല, നാം എങ്ങനെ കൊടുക്കുന്നു എന്നാണ് പ്രാധാന്യം. മൂന്നാമതായിട്ട്, നല്ല മനസ്സോടും വിശ്വാസത്തോടും കൂടെ കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാലാമതായിട്ട്, ധനവാന്മാർ വലിയ എമൗണ്ട് കൊടുത്തു കാണും, എന്നാൽ അവർക്കുള്ളതിൽ നിന്നൊരു ചെറിയ ഭാഗം മാത്രമേ കൊടുത്തുള്ളൂ. എന്നാൽ വിധവ തനിക്കുള്ളത് മുഴുവനും കർത്താവിന് കൊടുത്തു. കർത്താവ് അവളെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രശംസിക്കുന്നതായിട്ട് കാണുന്നു. കർത്താവ് പ്രശംസിക്കപ്പെടും. കർത്താവിന് കൊടുത്താൽ, നമ്മുടെ ഹൃദയം നിറഞ്ഞ് മനസ്സോടുകൂടെ കർത്താവിന് കൊടുത്താൽ കർത്താവ് നമ്മളെ പ്രശംസിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കെന്ന ഈ നല്ല കൊച്ചു പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിന് കൊടുക്കുന്നവരായിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. നല്ല മനസ്സോടെ കൊടുപ്പാൻ, ഞങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് സമൃദ്ധിയായിട്ട് കൊടുപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ.